മാസങ്ങളായി അകന്നു കഴിയുന്ന അശൽ ഇടക്ക് നീനുവിന്റെ വീട്ടിലെത്തി വഴക്ക് ഉണ്ടാക്കിയിരുന്നുവെന്നും മനോജ് പ്രതികരിച്ചു. ഇടപ്പള്ളി ടോൾ AKG റോഡ് അക്ഷയ സെന്ററിന് സമീപത്ത് വെച്ച് ഇന്നു രാവിലെ 9:15 ജോലിസ്ഥലത്തേക്ക് പോകാനായി ഇറങ്ങിയ നീനു ആക്രമണത്തിന് ഇരയായത്. കളമശ്ശേരിയിൽ നടു റോഡിൽ യുവതിയെ കഴുത്തറുത്ത സംഭവത്തിൽ പ്രതികരണവുമായി ദൃക്സാക്ഷി. അശലിന്റെ ഭാഗത്തുനിന്ന് പെട്ടെന്നുള്ള ആക്രമണമായിരുന്നുവെന്നും നീനുവിനെ ഉടൻ തന്നെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചുവെന്നും സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്ന മനോജ് പ്രതികരിച്ചു. അശൽ 1-2 തവണ നീനുവിന്റെ വീട്ടിലെത്തി ബഹളം വെക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ സംഭവമെന്നാണ് മനസ്സിലാകുന്നത്. പെട്ടെന്നുള്ള ആക്രമണമായിരുന്നു. പിന്നാലെ അവൻ വണ്ടി ഓടിച്ചു പോയി. കുട്ടി രക്ഷിക്കണേ എന്ന് നിലവിളിച്ചപ്പോൾ ആളുകൾ ഓടിക്കൂടുകയായിരുന്നു. പിന്നാലെ ആശുപത്രിയിലെത്തിച്ചു. കഴുത്തിൽ നല്ല ആഴത്തിലുള്ള മുറിവാണ്. കിൻഡർ ഹോസ്പിറ്റലിൽ പ്രാഥമിക ചികിത്സയ്ക്കു ശേഷം അമൃത ആശുപത്രിയിലേക്ക് മാറ്റി. ഇരുവരും തമ്മിലുള്ള സംസാരം പിന്നീട് തർക്കത്തിലേക്ക് കടക്കുകയായിരുന്നു. പിന്നാലെ കയ്യിലിരുന്ന കത്തി കൊണ്ട് അശൽ നീനുവിന്റെ കഴുത്തിൽ കുത്തി മുറിവേൽപ്പിച്ചു. റോഡിൽ ഉൾപ്പെടെ രക്തം ചിന്തിയ നിലയിലാണ് ഉണ്ടായിരുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. സംഭവസ്ഥലത്തുണ്ടായിരുന്ന നാട്ടുകാർ നീനുവിനെ ഉടൻ തന്നെ പത്തടിപ്പാലം കിൻഡർ ഹോസ്പിറ്റലിൽ എത്തിച്ചു. കഴുത്തിൽ ഗുരുതര പരിക്കേറ്റതിനാൽ അമൃത ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിന് പിന്നാലെ നീനുവിന്റെ ഭർത്താവ് കോമ്പാറ സ്വദേശി അശൽ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഏതാനും മാസങ്ങളായി ഇരുവരും അകന്നു കഴിയുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. 8 വർഷം മുൻപാണ് ഇരുവരും പ്രേമിച്ച് വിവാഹിതരായത്. ഈ ബന്ധത്തിൽ 7 വയസ്സുള്ള ഒരാൺകുട്ടിയുണ്ട്. വീടിനടുത്തുള്ള ഹാർഡ്വെയർ കടയിൽ ജോലിക്ക് പോകാനായി ഇറങ്ങിയ നീനുവിനെ വഴിയിൽ കാത്തുനിന്ന അശൽ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. അശലിന് നിലവിൽ ജോലിയൊന്നുമില്ല. മുൻപ് 2 തവണ ഇയാൾ ആത്മഹത്യാശ്രമം നടത്തിയതായി വിവരമുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നുവരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.